നല്ല മൊരിഞ്ഞ ഉരുളക്കിഴങ്ങ് വടയുടെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണെന്ന് തന്നെ പറയാം. നല്ലൊരു ചൂട് ചായ കൂടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ വെച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങിനകത്തുള്ള ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൈ വെച്ച് പിഴിഞ്ഞിട്ട് ഒന്ന് കളയണം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ വെള്ളത്തോടു കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നൊരു പ്രശ്നം, ഇത് വല്ലാതെ അങ്ങ് എണ്ണ കുടിച്ചു പോകും, നമ്മുടെ സ്നാക്ക് ഒട്ടും തന്നെ ക്രിസ്പി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ വെച്ച് വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് കളയുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഞാൻ അതുപോലെ തന്നെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളമൊക്കെ അങ്ങ് മാറ്റി നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രം നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമുള്ള മറ്റുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ടേക്ക് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസ് തുടങ്ങി ഒരു ചെറിയ സവാള വരെ ഉപയോഗിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഉള്ളിവടക്കൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് ഈ സവാളയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്ന രീതിയിൽ ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ സവാള നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഒരിത്തിരി ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. അത് എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം. ഒരു 2 നുള്ളി ചെറിയ ജീരകം അഥവാ കറി ജീരകത്തിൻ്റെ പൊടി. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ കടലപ്പൊടി വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വല്ലാതെ എണ്ണ കുടിക്കുന്ന ഒരു പാകത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കറക്റ്റായിട്ട് അത്രയധികം മൊരിഞ്ഞ് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ കടലപ്പൊടി ഒഴിവാക്കിയിട്ട് മൈദ ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, പകുതിയായിട്ട് എടുത്തിട്ട്. പക്ഷേ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അളവ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടുള്ള എണ്ണയിലോട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുഴക്കുന്ന പാകമൊക്കെ ജസ്റ്റ് നമ്മുടെ ഉള്ളിവടയൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. പിന്നെ അതിനകത്തോട്ടേക്ക് എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കരുത്. ആ ഒരു സവാളയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേണം നമ്മളിത് കുഴച്ചെടുക്കാനൊക്കെ. ഇതിപ്പോൾ കണ്ടില്ലേ, എണ്ണയിലോട്ടേക്ക് ചേർത്ത് കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ റെഡിയാക്കി എടുക്കുന്ന അത്ര ഫാസ്റ്റായിട്ട് തന്നെ നമുക്കിതും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിവടയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്, കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ആ രുചിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാകും. നല്ല മൊരിഞ്ഞിട്ടാണ് ഉണ്ടാകുക, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ലൊരു ചൂട് ചായയൊക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ശരിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ്. നല്ല ക്രിസ്പി ആയിട്ട് കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.